എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് ജി എസ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാനണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ കാനൺ EOS R1 പറ്റിയാണ്. അറ്റ്ലീസ്റ്റ് കാനൺ ഷൂട്ടേഴ്സ് വളരെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു ക്യാമറയാണ് EOS R1. നമ്മൾ ഈ വീഡിയോയിൽ ഈ ക്യാമറയുടെ ഡീറ്റെയിൽ ഫീച്ചേഴ്സും ഞങ്ങളുടെ അഭിപ്രായവും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. ദയവേത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ടെസ്റ്റ് ക്യാമറ അതിൻ്റെ ഫേംവെയർ വേർഷൻ 0.6.0 വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും പുതിയ ഫേംവെയർ അപ്ഡേഷൻ വരുന്ന സമയത്ത് മാറാൻ സാധ്യതയുണ്ട്. ഈ ക്യാമറയുടെ സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത 24.2 മെഗാപിക്സലുള്ള BSI സ്റ്റാക്ഡ് CMOS സെൻസറാണ് ഈ ക്യാമറയിൽ വരുന്നത്. ഈ സെൻസറിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സെൻസറിൻ്റെ റീഡ് ഔട്ട് സ്പീഡ്. സീക്വൻഷ്യൽ റീഡിംഗ് അഥവാ റോളിംഗ് ഷട്ടർ ടൈപ്പ് സെൻസറിൽ റീഡ് ഔട്ട് സ്പീഡ് വളരെ പ്രധാനമാണ്. ഈ റീഡ് ഔട്ട് സ്പീഡ് എത്രയും കൂടുന്നു, അതായത് അതിൻ്റെ നമ്പർ എത്രയും കുറയുന്നു, അതിനനുസരിച്ച് ഇതിൻ്റെ റോളിംഗ് ഷട്ടർ എഫക്റ്റും അത്രയ്ക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ ക്യാമറയുടെ റീഡ് ഔട്ട് സ്പീഡ് വരുന്നത് 2.8 മില്ലി സെക്കൻഡാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ നമ്പർ കുറയും തോറുമാണ് സെൻസർ ഫാസ്റ്റായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കമ്പയർ ചെയ്യാനാണെങ്കിൽ കാനണിൻ്റെ തന്നെ R3 എന്ന ക്യാമറയുടെ റീഡ് ഔട്ട് സ്പീഡ് 4.8 മില്ലി സെക്കൻഡ്സ് ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത കാനണിൻ്റെ R1 സെൻസറിനുണ്ട്. അതുപോലെ നമ്മൾ നോർമൽ ക്യാമറയിൽ നമ്മൾ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് റോളിംഗ് ഷട്ടർ തീർത്തും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ആ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന ഏകദേശം റീഡ് ഔട്ട് സ്പീഡ് ലെസ് ദാൻ 4 മില്ലി സെക്കൻഡാണ്. അതിലും വളരെ കുറവാണ് R1 റീഡ് ഔട്ട് സ്പീഡ്. അതുകൊണ്ട് തന്നെ ഈ സെൻസറിൽ റോളിംഗ് ഷട്ടർ എഫക്റ്റ് തീർത്തും നിസ്സാരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സെൻസറിൻ്റെ ISO റേഞ്ചിനെ പറ്റി പറയുമ്പോൾ സ്റ്റിൽ മോഡിൽ നമുക്ക് വരുന്ന ISO റേഞ്ച് 100 ISO മുതൽ 1,02,400 ISO വരെയാണ്. അതേസമയം എക്സ്റ്റൻഡഡ് മോഡിൽ നമുക്ക് 50 ISO മുതൽ H1 എന്നുള്ള ഓപ്ഷനിൽ 2,04,800 ISO വരെയും H2 എന്നുള്ള ഓപ്ഷനിൽ 4,09,600 വരെയാണ്. ഗ്ലോബൽ ഷട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ഷട്ടറിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു ഈ റോളിംഗ് ഷട്ടർ ഇല്ല എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഗ്ലോബൽ ഷട്ടറുമായിട്ട് ഏകദേശം നമുക്ക് ഈ കാനണിൻ്റെ R1 സെൻസറിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മാക്സിമം ഷൂട്ടിംഗ് ഫ്രെയിം പെർ സെക്കൻഡ് സ്റ്റിൽ മോഡിൽ 40 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ആ ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ കാര്യത്തിൽ ഗ്ലോബൽ ഷട്ടറിൻ്റെ അത്ര എത്തിയിട്ടില്ല എങ്കിൽ പോലും ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് വളരെ മേജർ സെൻസറാണ് R1 വന്നിരിക്കുന്നത്. ഈ ക്യാമറയുടെ ഇമേജ് പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഡിജിക് X പ്രോസസ്സറിനോടൊപ്പം തന്നെ പുതിയ ഡിജിക് ആക്സിലറേറ്റർ കോ പ്രോസസ്സറും അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോ പ്രോസസ്സറാണ് ക്യാമറയിൽ വന്ന പുതിയ പല AI ഓട്ടോ ഫോക്കസിങ് ഫീച്ചേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പല സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ എൻ്റയർ സിസ്റ്റം ചെയ്യുന്നത്. അതുവഴി ബെറ്ററായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഉള്ളൊരു ഓട്ടോ ഫോക്കസിങ്ങും ട്രാക്കിങ്ങും സാധ്യമാകുന്നു. കാനണിൻ്റെ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റമാണ് കാനൺ R1 കൊടുത്തിരിക്കുന്നത്. ഈ സെൻസറിൻ്റെ ഏകദേശം 100% ഏരിയ ഈ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ടൈപ്പ് സെൻസേഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ വരുന്നത്. ഈ ടൈപ്പ് സെൻസറിന് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനുകളെയോ കോൺട്രാസ്റ്റ് വേരിയേഷനെയോ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ഓട്ടോ ഫോക്കസിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. ഓട്ടോ ഫോക്കസ് പോയിന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സെലക്ഷൻ വരുന്ന അവസരത്തിൽ 1053 AF ഏരിയാസ് സ്റ്റിൽസിലും 975 AF ഏരിയാസ് മൂവീസിലും വരുന്നുണ്ട്. അതേസമയം മാനുവൽ സെലക്ഷനിലാണെങ്കിൽ നമുക്ക് 4368 AF പോയിൻറ്റ്സ് സ്റ്റിലിലും 3354 AF പോയിൻറ്റ്സ് മൂവീസിലും വരുന്നുണ്ട്. ഈ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റത്തിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത് -7.5 EV മുതൽ +21 EV വരെയാണ്. ഇനി ക്യാമറയുടെ സബ്ജക്റ്റ് ഡിറ്റക്ഷനും AF ട്രാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്യാമറയ്ക്ക് സ്റ്റിൽ മോഡിൽ മനുഷ്യരുടെ കണ്ണുകൾ, മുഖം, തല, ശരീരത്തിൻ്റെ മുകൾ ഭാഗം, അതുപോലെ മൊത്തം ശരീരം ആ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൃഗങ്ങളിലെ പക്ഷികളുടെ കാര്യം വരുവാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ മിക്കവാറുള്ള എല്ലാ ആനിമൽസിനെയും ഡിറ്റക്ട് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ റേസിംഗ് കാർസിനെയും മോട്ടോർ ബൈക്കിനെയും എയർപ്ലെയിനിനെയും ട്രെയിനുകളെയും എല്ലാം ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും പീപ്പിൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനോടെ ക്യാമറയിൽ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് 10 ആൾക്കാരെ വരെ അവരുടെ മുഖം നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് അത്രയും ആൾക്കാർക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. അതിനെയാണ് പീപ്പിൾ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ മോഡിൽ നമുക്ക് ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി വരണമെങ്കിൽ ആ ലിസ്റ്റിൽ അവരുടെ നമ്പറിങ് നമുക്ക് മാറ്റിയാൽ മാത്രം മതിയാവും.
ഇതുകൂടാതെ തന്നെ ഒരു ആക്ഷൻ പ്രയോറിറ്റി മോഡ് എന്ന് പറഞ്ഞൊരു മോഡൂടെ R1 കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചില ഗെയിംസ്, ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, വോളിബോൾ മുതലായ ഗെയിംസിനെ മെഷീൻ ലേണിംഗ് വഴി അതിലുള്ള സബ്ജക്റ്റിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ക്യാമറ ഓൾറെഡി പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഷട്ടർ ബട്ടൺ ഫുള്ളായിട്ട് പ്രസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇമേജസിനെയും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്രീ ക്യാപ്ചർ ഷൂട്ടിംഗ് മോഡ് എന്ന് പറയുന്നത്. അത് സ്റ്റില്ലിൽ നമുക്ക് 1/2 സെക്കൻഡ് വരെ അങ്ങനെ പ്രീ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ 40 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 20 പിക്ചേഴ്സ് വരെ നമുക്ക് ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം മാത്രമേ നമുക്ക് പിക്ചേഴ്സ് നമുക്ക് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ മൂവി മോഡിലാണെങ്കിൽ നമുക്ക് 3 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ പ്രീ ക്യാപ്ചർ ഇടാൻ പറ്റും. അതുപോലെ R1 പ്രീ ക്യാപ്ചർ JPEG-ലും RAW-ലും സാധ്യമാണ്. R1 2 ഇൻ ക്യാമറ പ്രോസസ്സിംഗ് ഫീച്ചേഴ്സ് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക് നോയ്സ് റിഡക്ഷനും രണ്ടാമത്തേത് ഇമേജ് അപ്സ്കെയിലിങ്ങും. ന്യൂറൽ നെറ്റ്വർക്ക് നോയ്സ് റിഡക്ഷൻ വർക്ക് ചെയ്യുന്നത് RAW ഇമേജസിലാണ്. ക്യാമറയ്ക്കുള്ളിൽ വെച്ച് തന്നെ ആ RAW ഇമേജിലുള്ള നോയ്സിനെ കുറച്ചുകൂടെ ക്ലീനർ ഇമേജ് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസിൽ ഈ നോയ്സ് റിഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ ക്യാമറ അപ്സ്കെയിലിംഗ് JPEG ഇമേജസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്സ്കെയിലിംഗ് നമുക്ക് ഇമേജസിൻ്റെ 2 ഡയമെൻഷനിലോട്ടും 2 മടങ്ങ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് 24 മെഗാ പിക്സലിനെ നമുക്കൊരു 96 മെഗാ പിക്സൽ ഇമേജായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഔട്ട് ഓഫ് ഫോക്കസ് ഇമേജ് ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷനോടെ R1 അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻ ഫോക്കസിലായിട്ടുള്ള ഇമേജസിനെ ക്യാമറ തന്നെ നമുക്ക് ടാഗ് ചെയ്ത് തരും. അപ്പം ക്യാനൻ്റെ DPP സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ ഇമേജ് ലോഡ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഏറ്റവും ബെസ്റ്റ് പിക്ചർ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ക്യാനൺ പറയുന്നത് ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും ഈ ടാഗ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്നാണ് ക്യാനൺ പറയുന്നത്. അതുപോലെ ഈ ഫീച്ചർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫീച്ചർ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഓൾറെഡി ഷൂട്ട് ചെയ്ത ഇമേജസിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. ക്യാനൺ R1 നിന്ന് മെക്കാനിക്കൽ ഷട്ടർ എടുത്ത് മാറ്റിയിട്ടില്ല. ഈ ക്യാമറയ്ക്ക് മെക്കാനിക്കൽ ഷട്ടറിലും ഫസ്റ്റ് ഇലക്ട്രോണിക് കർട്ടൺ ഷട്ടറിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഷട്ടറിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെക്കാനിക്കൽ ഷട്ടറിൽ ഇതിന് കിട്ടുന്ന മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് 12 ഫ്രെയിം പെർ സെക്കൻഡും ഇലക്ട്രോണിക് ഷട്ടറിൽ ഇതിന് കിട്ടുന്നത് മാക്സിമം 40 ഫ്രെയിം പെർ സെക്കൻഡുമാണ്. ഇലക്ട്രോണിക് ഷട്ടർ യൂസ് ചെയ്യുന്ന അവസരത്തിലും ഇമേജിൻ്റെ ബിറ്റ് ഡെപ്ത് കുറയുന്നില്ല. അത് 14 ബിറ്റ് തന്നെയാണ്. R3 അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് ഷട്ടർ ഉപയോഗിക്കുന്നുണ്ട് ബിറ്റ് ഡെപ്തിന് കുറവൊന്നും ഈ ക്യാമറയിൽ സംഭവിക്കുന്നില്ല. ഈ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ ഷട്ടർ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്നത് 30 സെക്കൻഡ് മുതൽ 1/8000 സെക്കൻഡ് വരെയാണ്. അതേസമയം ഇലക്ട്രോണിക് ഷട്ടർ ഉപയോഗിക്കുന്ന അവസരത്തിലാണെങ്കിൽ 30 സെക്കൻഡ് മുതൽ 1/64000 സെക്കൻഡ് വരെ നമുക്ക് ഇലക്ട്രോണിക് ഷട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ 2 ഷട്ടർ ഓപ്ഷനിലും നമുക്ക് ഈ പറഞ്ഞ ഷട്ടർ സ്പീഡ് അല്ലാതെ ബൾബ് മോഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ 6K RAW ഫുട്ടേജ് അപ് ടു 60p നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 4K ഫുട്ടേജ് 120p ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 2K ഫുട്ടേജ് 240p ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫുൾ HD 240p വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്യാമറയിൽ. നിലവിലുള്ള ക്യാനൺ C-Log 3യോടൊപ്പം തന്നെ R1 ക്യാനണിൻ്റെ C-Log 2 അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. C-Log 3യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ C-Log 2 ഡൈനാമിക് റേഞ്ച് വളരെ കൂടുതലാണ്. R1 ഫോൾസ് കളർ എന്നുള്ള ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ആ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ ഓരോ പോർഷൻ്റെ എക്സ്പോഷർ വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് ആ ഫോൾസ് കളർ ലേഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ വളരെ ഉപകാരപ്രദമായൊരു ഫീച്ചറാണ് ഫോൾസ് കളർ എന്നുള്ളത്. R1 ഒരു ടാലി ലാമ്പ് വരുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ലാമ്പ് വഴി നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലാമ്പ് വെച്ചിട്ട് തന്നെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. R1 വരുന്ന ഹോട്ട് ഷൂ ഒരു മൾട്ടി ഫംഗ്ഷൻ ഹോട്ട് ഷൂ ആണ്. മൾട്ടി ഫംഗ്ഷൻ ഹോട്ട് ഷൂ വഴി തന്നെ ഓഡിയോ ചാനൽസ് നമുക്ക് ക്യാമറയിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. R1 ഒരു സമയം മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ ലെങ്ത് 6 മണിക്കൂറാണ്. ഈ ക്യാമറയിൽ ലോങ് GOP കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ലൈറ്റർ കോഡൊക്കെ ഉപയോഗിക്കുന്ന അവസരത്തിൽ നിലവിലുള്ള മെമ്മറി കാർഡിൽ തന്നെ മറ്റ് കോഡൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സമയത്തേക്കുള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ക്യാമറയിൽ 2 CF Express Type B കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ റെക്കോർഡിങ് 2 കാർഡിലേക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോക്സി റെക്കോർഡിങ് ഒരു കാർഡിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂവി മോഡിലെ ഫോക്കസിങ്ങിലേക്ക് വരുമ്പോൾ ഹ്യൂമൻസിനും ആനിമൽസിനും ഫേസും ഐയും ട്രാക്കിങ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് വെഹിക്കിൾസിനെയും മൂവി മോഡിൽ ക്യാമറയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മൂവി മോഡിലെ ISOയിലേക്ക് വരുമ്പോൾ ഓട്ടോ മോഡിൽ ISO 100 മുതൽ 32000 വരെയും എക്സ്റ്റൻഡഡ് മോഡിൽ 2,04,800 വരെയുമാണ് ISO വരുന്നത്. അതുപോലെ മാനുവൽ മോഡിൽ നമുക്ക് ISO 100 മുതൽ 32000 വരെയും എക്സ്റ്റൻഡഡ് മോഡിൽ 2,04,800 വരെയുമാണ് ഇതിൻ്റെ ISO വേരി ചെയ്യാൻ പറ്റുന്നത്.
മഗ്നീഷ്യം അലോയ് ഉപയോഗിച്ച് തന്നെയാണ് R1 ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1DX Mark IIIയുടെ അതേ ലെവലിലുള്ള വെതർ സീലിങ്ങും ഡ്യൂറബിലിറ്റിയും കാനൺ ഈ ക്യാമറയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്തേക്കാട്ടിലും അല്പം കൂടി വലുപ്പവും ഭാരവും കൂടിയൊരു ബോഡിയാണ് R1 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും R3 കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. R3 ആക്ച്വലി ഡോട്ടുകൾ പോലെയുള്ള ടെക്സ്ചറായിരുന്നു. ഇത് കാലക്രമേണ നമുക്ക് പൊടിയും അഴുക്കും ഇതിൽ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. R1 വേറൊരു തരത്തിലുള്ളൊരു ഗ്രിപ്പ് ടെക്സ്ചറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഗ്രിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അഴുക്കൾ കയറി ഇരിക്കാനുള്ള സാധ്യതയും കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഹോട്ട് ഷൂവിൻ്റെ ഈ ക്യാപ്പിൽ അവർ ലോക്കിംഗ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. അത്രയുടെ കാര്യത്തിൽ അതിനങ്ങനെ ലോക്കില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്പ് തന്നെ ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ലോക്ക് കൊടുക്കുക വഴി അത് ഒഴിവായിട്ടുണ്ട്. നമുക്ക് മെമ്മറി കാർഡും ബാറ്ററിയും ഇല്ലാതെ 920 ഗ്രാമും മെമ്മറി കാർഡും ബാറ്ററിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1115 ഗ്രാമുമാണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. ഇനി ക്യാമറയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് വരുമ്പോൾ സെൻസറിൻ്റെ സെൻറ്ററായിട്ടുള്ള റീജിയനിൽ 8 സ്റ്റോപ്പ് ഇമേജ് സ്റ്റെബിലൈസേഷനും അതിൻ്റെ കോർണേഴ്സിലേക്ക് എത്തുമ്പോൾ 7.5 സ്റ്റോപ്പ് ഇമേജ് സ്റ്റെബിലൈസേഷനുമാണ് ക്യാമറ വാഗ്ദാനം ചെയ്യുന്നത്. 1DX Mark IIIലും R3 ഉള്ള പോലെ ഒരു സ്മാർട്ട് കൺട്രോളർ R1 അവർ കൊടുത്തിട്ടുണ്ട്. R3 ഇതിന് 2 ഫങ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ട്രാക്ക് പാഡ് പോലെ ഇതിൻ്റെ സർഫസിൽ നമ്മൾ ചെയ്യുന്ന ട്രാക്ക് പാഡ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. അത് വെച്ച് നമുക്ക് ഓട്ടോ ഫോക്കസ് പോയിൻറ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് പ്രസ് ചെയ്യുന്ന അവസരത്തിൽ ഫോൺ ബട്ടണായിട്ടും ആക്ട് ചെയ്യുന്നതാണ് R3. അതേസമയം R1 വന്നപ്പോൾ ഒരു ഫംഗ്ഷൻ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാക്ക് പാഡുണ്ട്, ഫുൾ പ്രസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹാഫ് പ്രസ്സും ഉണ്ട്. നമുക്കപ്പോൾ ഒരു അഡീഷണൽ ഫംഗ്ഷനോടെ നമുക്ക് ഈ ബട്ടണിൽ R1 കാര്യത്തിൽ നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. മറ്റ് കാനൺ ക്യാമറകളിൽ നിന്നും വളരെ വലുപ്പം കൂടിയൊരു EVF ആണ് കാനൺ R1 വരുന്നത്. R3 കൊടുത്തിരുന്ന ഐ ട്രാക്കിങ്ങിൻ്റെ അടുത്ത വേരിയൻ്റ് അവർ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഒരു EVF കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ സൈസ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ വരുന്നത് 0.64 ഇഞ്ചുള്ള OLED EVF ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 9.44 മില്യൺ ഡോട്ട്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് വരുന്നത് 120p ആണ്. ഇത് പ്രാക്ടിക്കലി ഞങ്ങൾ ഉപയോഗിച്ച ക്യാമറകളിൽ വൺ അമോങ് ദ ബെസ്റ്റ് EVF ആണ് കാനണിൻ്റെ R1 വരുന്നത്. 3.2 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് LCD ആണ് R1 വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2.1 മില്യൺ ഡോട്ട്സ് ആണ്. ഇതൊരു ഫുള്ളി കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ മിക്കവാറുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ടച്ച് സ്ക്രീൻ വഴി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ളതിൽ വളരെ മികച്ചൊരു മെനു സിസ്റ്റം തന്നെയാണ് കാനൺ ക്യാമറകളിൽ കണ്ടുവരുന്നത്. എന്നാൽ അവർ ഈ R1 അവർ ആ നിലവിലുള്ള മെനു സിസ്റ്റത്തിനെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലവരൊരു പുതിയ ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു പുതിയ കളർ ടാബ് തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കസ്റ്റം ബട്ടൺസും കൺട്രോൾസും മാനേജ് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടാബാണ് അവർ കൊടുത്തിരിക്കുന്നത്. മെനുവിൽ വന്ന വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ AF സെക്ഷനിൽ AF ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ളതിൽ നേരത്തെ നമുക്ക് മൾട്ടിപ്പിൾ സിനാരിയോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഓട്ടോയും മാനുവലിൽ നിന്ന് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓട്ടോയിൽ ക്യാമറയുടെ AI സിസ്റ്റം സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആൽഗോരിതം യൂസ് ചെയ്യുന്നതാണ്. അതേസമയം മാനുവൽ മോഡ് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അതിൽ ട്വീക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം നേരത്തെ ഉള്ള കാനൺ ക്യാമറകളിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒരു ബേസ് ലൈൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അതിനെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതിൽ അവർ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. AI തന്നെ ഇപ്പം മിക്കവാറുള്ള സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് AI തന്നെ തീരുമാനിക്കും ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് തീരുമാനിക്കും. അഥവാ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ഓപ്ഷൻ അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ 2 CF Express Type B കാർഡ് തന്നെയാണ് വരുന്നത്. ഇത് R3 R5 ഒക്കെ ഒരു CF Express Type B കാർഡും ഒരു SD കാർഡുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 2 CF Express Type B കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോ മോഡ്സിലും ഫുൾ റിഡൻഡൻ്റ് ആയിട്ട് നമുക്ക് 2 കാർഡിലും ഒരേപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ സ്ലോട്ടിലും 2 TBയുടെ കാർഡ് വരെ ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഇഥർനെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് 2.5 GBit LAN ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വളരെ കാലമായിട്ട് കാനണിനെ പറ്റിയുള്ളൊരു പരാതിയായിരുന്നു. കാനൺ ക്യാമറകളിൽ പൊതുവെ മൈക്രോ HDMI പോർട്ടുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാറിയിട്ട് R1 ഫുൾ HDMI പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB-C പോർട്ടും വരുന്നുണ്ട്. ഈ പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത്
USB 3.2 Gen 2 സ്പീഡാണ്, അതായത് 10 Gbps ആണ് ഈ പോർട്ടിൻ്റെ സ്പീഡ്. അതുപോലെ ഒരു സിങ്ക് പോർട്ടും ഈ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3.5 mm മൈക്ക് ജാക്കും ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഓട്സ് വഴി അല്ലാതെ സാധാരണ 3.5 mm മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൈക്ക് ജാക്ക് വഴി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വഴി നമുക്ക് ഇതിൻ്റെ ഓഡിയോ റിയൽ ടൈമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വൈഫൈയിലേക്ക് വരുമ്പോൾ 6 GHz ബാൻഡ് ഉപയോഗിക്കുന്ന വൈഫൈ 6E ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള 2.4 GHz ബാൻഡും 5 GHz ബാൻഡും കൂടാതെയാണ് 6E ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത്. കാനൺ R3യിലും 1DX Mark IIIലും ഉപയോഗിച്ചിരുന്ന കാനണിൻ്റെ LP-E19 ബാറ്ററി തന്നെയാണ് കാനൺ R1ൽ ഉപയോഗിക്കുന്നത്. CAPA റേറ്റിംഗ് പ്രകാരം വ്യൂ ഫൈൻഡർ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് 700 ഷോട്ട്സും LCD ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് 1330 ഷോട്ടും ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. R3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 60% ഇമ്പ്രൂവ്മെൻ്റ് ആണ് ബാറ്ററിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഈ ക്യാമറയോടൊപ്പം തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ വരുന്നുണ്ട്. എന്നിരുന്നാലും കാനണിൻ്റെ പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന PD-E1 അതുപോലെ തന്നെ PD-E2 അഡാപ്റ്റർ വെച്ചിട്ടും നമുക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതേ പവർ റേറ്റിംഗ് ഉള്ള വേറൊരു ചാർജറോ അല്ലെങ്കിൽ ഒരു ബാറ്ററി ബാങ്കോ വെച്ചിട്ടും നമുക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴുള്ള വിവരം പ്രകാരം ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില $6300 ആണ്. ഈ ക്യാമറ മുഖ്യമായിട്ടും ഫാസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫേഴ്സിനെ മെയിനായിട്ട് ഉദ്ദേശിച്ചുള്ളതാണ്. ആ രീതിയിലുള്ള ഫാസ്റ്റ് പെർഫോമൻസും ഫാസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഉദ്ദേശിച്ചാണ് അവർ മെയിനായിട്ട് ഈ ക്യാമറ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ AI പ്രൊഡക്ഷനും അതുപോലെ തന്നെ ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസിങ്ങും ആഡ് ചെയ്യുക വഴി നിലവിലുള്ള ഓട്ടോ ഫോക്കസിങ് സിസ്റ്റത്തിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ട് ഓട്ടോ ഫോക്കസിങ്ങിനെ മെച്ചപ്പെടുത്താനും പ്രഡിക്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ഈ ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസും ഈ ക്യാമറ നൽകുന്നുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എന്നുള്ള നിലയ്ക്ക് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇറക്കിയതുകൊണ്ട് തന്നെ കാനണ് ഇതിൽ കുറെ കൂടി റെസൊല്യൂഷൻ കൂടിയ ഒരു സെൻസർ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഓരോ ക്യാമറ മേക്കേഴ്സിനും അവരുടേതായ കാരണങ്ങളുണ്ട്, ഓരോ മോഡൽസും അല്ലെങ്കിൽ അതിൻ്റെ സ്പെക്ക് ഡിസൈൻ ചെയ്യുന്നതിൽ. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ R1നെ പറ്റി ഞങ്ങൾക്ക് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് മുഖ്യമായിട്ടും ഒരു ഹയർ മെഗാ പിക്സൽ ക്യാമറ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്ന് സംഭവിച്ചൊരു കാര്യമാണ്. 24 മെഗാ പിക്സൽ നമുക്ക് പോരാന്നോ ഒന്നുമല്ല. നമ്മൾ R3 വെച്ച് വളരെയധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, R6 Mark II വെച്ച് വളരെയധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് 24 മെഗാ പിക്സൽ പോരാന്നുള്ളതല്ല. പക്ഷേ അവർ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞിറക്കിയ സ്ഥിതിക്ക് ഒരല്പം കൂടി ഒരു 33 മെഗാ പിക്സലോ അല്ലെങ്കിൽ ഒരു R5 പോലെ ഒരു 45 മെഗാ പിക്സലോ ഒക്കെ ഇറക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. എന്നാൽ ഇതിൻ്റെ നല്ല വശത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പ്രീ ക്യാപ്ചർ ഇതിലവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ CF-Express Type B കാർഡ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫുൾ റിഡൻഡൻ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഏത് റെസൊല്യൂഷനിലും നമുക്ക് 2 കാർഡിലും ഒരേപോലെ നമുക്ക് റിഡൻഡൻ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ HDMI മൈക്രോ HDMI മാറ്റി ഫുൾ HDMI കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ചിപ്പുകളും അതുപോലെ മെഷീൻ ലേണിംഗ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവൊക്കെ ഈ ക്യാമറയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയധികം ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസിങ് പോയിന്റുകൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇതാദ്യമാണ്. അതുപോലെ തന്നെ ഈ ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസിങ് പോയിന്റുകൾ സെൻസറിൻ്റെ 100% ഏരിയയും ഏകദേശം കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ പ്ലസ് പോയിന്റുകൾ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.